ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ ഡോക്ടർ കവിത വാര്യർ. സോ ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൂവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് വാച്ച് ഫുള്ളി. ഓക്കെ, സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റോസാപ്പൂവിനെ കുറിച്ചിട്ടാണ്. സോ റോസാപ്പൂവിൻ്റെ ഗുണങ്ങളും അതിൻ്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവർ എവർ. ആക്ച്വലി റോസിൻ്റെ വേറൊരു പേര് റോസ എന്നാണ്, അല്ലെങ്കിൽ ഒറിജിനൽ നെയിം റോസ എന്നാണ്. പല രാജ്യത്തും പല പേരുകളുണ്ട്. റോസ് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ലൈക്ക് പല രാജ്യത്തും പല പേരുകളായിരുന്നു. ഫൈനലി ഇറ്റ് ബിക്കേം റോസ്. ഓക്കെ, ആൻഡ് ആക്ച്വലി റോസിനെ ഇൻവെൻറ്റ് ചെയ്തത്, അല്ലെങ്കിൽ റോസിനെ പറ്റി ആദ്യമായിട്ട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയത് പേർഷ്യൻ കൺട്രിയിൽ നിന്നാണ്. ഓക്കെ, പേർഷ്യൻ എംപയർ നിങ്ങൾ അടിച്ചാൽ തന്നെ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ വരും. ആൻഡ് ഒരു കാര്യം അറിയും, റോസ് ഇസ് ലൈക്ക് ദ ക്വീൻ ഓഫ് ഓൾ ദ ഫ്ലവേഴ്സ്. നമ്മൾ എല്ലാ കാര്യത്തിലും രാജകുമാരിയും കിങ് ആൻഡ് ക്വീൻ ഉണ്ടാവണ മാതിരി ഫ്ലവേഴ്സിൽ ദ ക്വീൻ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ റോസാണ്. ആൻഡ് റോസിൻ്റെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് നമുക്ക് ആദ്യമേ തന്നെ നമുക്കറിയാം. ആദ്യത്തെ ഒരു കാര്യം, റോസ് ഇസ് ലൈക്ക് ദ ക്വീൻ ഓഫ് ഓൾ ഫ്ലവേഴ്സ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റോസ് 1000 കൊല്ലം വരെ ജീവിക്കും. കാൻ യു ബിലീവ് ഇറ്റ്? 1000 years വരെ റോസിന് ലൈഫ് സ്പാൻ ഉണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ റോസിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. യെല്ലോ കളർ, വൈറ്റ് കളർ, പർപ്പിൾ കളർ, ബ്ലാക്ക് കളർ, ഇങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. ആൻഡ് എവറി വെറൈറ്റി എല്ലാം ഡിഫറെൻറ്റ് കളറാണ് അല്ലേ. അപ്പോൾ ഓരോ കളേഴ്സിനും അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇപ്പോൾ റെഡ് ആണെങ്കിൽ ഇറ്റ് സിംബിളൈസസ് ലവ്, പ്രോസ്പെരിറ്റി എക്സെട്ര. യെല്ലോ ആണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, ഇന്നസെൻസ്, പ്യൂരിറ്റി, ഇങ്ങനെ എവ്രിതിങ്. ഓക്കെ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്. സോ വൺസ് യു ലൈക്ക് ചെക്ക് ഇറ്റ് ഔട്ട് ഇൻ ദ ഗൂഗിൾ, ഇറ്റ്സ് സോ അമേസിങ്. നമ്മളിങ്ങനെ വായിക്കുമ്പോഴേക്കും വി ക്യാൻ നെവർ ഫീൽ ടു സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ, അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ റോസിൻ്റെ ആക്ച്വലി വേറെ ഒരു പ്ലേസിൽ, ഐ തിങ്ക് ഇൻ കത്തീഡ്രൽ ഓർ സംതിങ്, ഇറ്റ് ഈസ് മെന്റ് ടു ബി ദാറ്റ് ടോളസ്റ്റ് ബുഷ്, ഐ തിങ്ക് 5 to 10 meters ഹൈ. ഞാനിവിടെ ഒരു പിക്ചർ ഇടുന്നുണ്ട് ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഇസ് സോ ഹൈ. ഐ മീൻ, ഒരു ബുഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇച്ചിരി ഉണ്ടാവുള്ളൂ, ചെറുതേ ഉണ്ടാവുള്ളൂ. ആൻഡ് റോസ് നമ്മൾ എല്ലാ സ്ഥലത്തും ഭയങ്കര ടോളായിട്ടൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇറ്റ് ഇസ് സോ ഹൈ. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ റോസ് വെച്ചിട്ട് ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു സംഭവമാണ് റോസ് ഓയിൽ, റോസ് വാട്ടർ. റോസ് വെച്ചിട്ട് നമ്മളൊരു അരോമ ഒക്കെ ക്രിയേറ്റ് ചെയ്താൽ ഇറ്റ് ഇസ് വെരി ഗുഡ് ടു ഹെൽപ്പ് യു റിലാക്സ്, ടു ഹെൽപ്പ് യു റിലീവ് യുവർ സ്ട്രെസ്, ടെൻഷൻ, നല്ല ഉറക്കം കിട്ടാൻ ഇറ്റ് ഇസ് വെരി ഗുഡ്. ഡിഫറെൻറ്റ് റെമഡീസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഐ തിങ്ക് ഇംഗ്ലണ്ടിൻ്റെ നാഷണൽ ഫ്ലവർ റോസാണ്. വേറൊരു കാര്യം, ഇൻട്രസ്റ്റിംഗ് തിങ് എന്ന് പറഞ്ഞാൽ ദ വാർ ഓഫ് റോസസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി 2 places തമ്മിൽ ഒരു വാർ ഉണ്ടായി, ഒരു യുദ്ധം ഉണ്ടായി. ആക്ച്വലി ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഹൗസ് ഉണ്ടായിരുന്നു അവർക്ക്. ഇപ്പോൾ നമുക്ക് ഏത് യുദ്ധമാണെങ്കിലും ടീം നമ്പർ 1, ടീം നമ്പർ 2 എന്നൊക്കെ പറയുന്ന മാതിരി ഇവർക്ക് 2 തരത്തിലുള്ള ഹൗസ് ഉണ്ടായിരുന്നു. സോ അതിൽ ഒരെണ്ണം ഇറ്റ് ഡെപിക്റ്റഡ് റോസ്. ഓക്കെ, അപ്പോൾ റോസിൻ്റെ 2 ഫ്ലവേഴ്സിൻ്റെ കളറായിരുന്നു. ഒരെണ്ണം റെഡ് ആൻഡ് ഒരെണ്ണം വൈറ്റ് ആണ്, ഐ ഗെസ്. സോ ഭയങ്കര യുദ്ധമൊക്കെ നടന്നു ഫോർ ലൈക്ക് 1455 to 1480 വരെ ഈ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. സോ അതിലെ ഒരു നോവലിസ്റ്റ് ഇട്ട പേരാണ് ദ വാർ ഓഫ് റോസസ്. അവർ രണ്ടും ഫൈനലി കൂട്ടിച്ചേരി, അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ് ഹാപ്പൻ. എന്നിട്ടാണ് അവിടെ ഈ ഇംഗ്ലണ്ടിൻ്റെ നാഷണൽ ഫ്ലവർ റോസ് ആയിട്ട് അവർ ചെയ്തത്. സോ ഐ ജസ്റ്റ് ഇമാജിൻ, ഐ മീൻ നമ്മുടെ നാഷണൽ ഫ്ലവർ റോസ് എന്നൊക്കെ പറയണ മാതിരി. എനിവേ, സോ ഇറ്റ് ഇസ് വെരി അമേസിങ്. സോ റോസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ദൈവം അതിന് കൊടുത്തൊരു സംഭവമാണ് മുള്ളുകൾ. നമ്മൾ പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റില്ല. ഒബ്വിയസ്ലി നല്ല മുള്ളുള്ള ഒരു ചെടിയാണ്. സോ വെൻ എനിബഡി ഈസ് ബൈയിങ് റോസ്, ബി വെരി കെയർഫുൾ. ഞാൻ പറയേണ്ട കാര്യമില്ല. സോ നൗ ലെറ്റ്സ് ഗോ ടു ദ ഹെൽത്ത് പാർട്ട്. ഓക്കെ, അപ്പോൾ റോസിന് പല ഗുണങ്ങളുണ്ട്. സോ ഇതിൽ റോസ് ഓയിൽ ആൻഡ് റോസ് വാട്ടർ, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും രണ്ടിനും ഹെൽത്തായിട്ട് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും, ഐ മീൻ രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. യെസ്, ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റും. റോസ് ഓയിൽ, ബിഫോർ ഐ ഗോ ഇൻ ടു ഡീറ്റെയിൽസ്, റോസ് ഓയിൽ ഒരിക്കലും ഡയറക്റ്റ്ലി യൂസ് ചെയ്യരുത്. ഡോണ്ട് യൂസ് ഡയറക്ട്ലി ഓൺ യുവർ ഫേസ്. എപ്പോഴും ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ സംതിങ് കോക്കനട്ട് ഓയിൽ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നൗ റോസ് ഓയിലും റോസ് വാട്ടറും രണ്ടും തമ്മിൽ വ്യത്യാസങ്ങൾ. റോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളതിനെ വെള്ളത്തിലൊക്കെ തിളപ്പിച്ച് നമ്മൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണം. എക്സ്ട്രാക്ട് ചെയ്യാൻ മീൻസ് അതിൻ്റെ ആ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് ബാലൻസ് ദ pH ലെവൽ ഓഫ് യുവർ സ്കിൻ. അങ്ങനെ ഒരു ഗുണം റോസ് വാട്ടറിൽ. നമുക്ക് ഡെയിലി ആണെങ്കിൽ നമ്മുടെ ഒരു കോട്ടൺ പഞ്ഞി എടുത്തിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. നമ്മളിങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. റോസ് ഓയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വെറുതെ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നമ്മൾ ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ അനുസരിച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും കോക്കനട്ട് ഓയിൽ പറ്റണമെന്നില്ല, എല്ലാവർക്കും ഒലിവ് ഓയിൽ പറ്റണമെന്നില്ല, എല്ലാവർക്കും ആൽമണ്ട് ഓയിൽ പറ്റണമെന്നില്ല. ടു ബി ഓണസ്റ്റ്, ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ എൻ്റെ സ്കിൻ ഡ്രൈ ആണ്. സോ ഡ്രൈ സ്കിൻ നമുക്ക് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്താൽ ഒരുപാട് ഉപകാരമാണ്. ട്രസ്റ്റ് മീ, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ റോസ് ഓയിൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്ട് ചെയ്തെടുത്തതാണ്.
അപ്പോൾ പണ്ട് കാലത്ത് ഈ പേർഷ്യനിലെ ആൾക്കാർ അവർ സ്റ്റീം ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്തിട്ടാണ് അവർ റോസ് ഓയിൽ ഉണ്ടാക്കിയത്. ഇറ്റ് വിൽ ടേക്ക് ടൈം. ബേസിക്കലി നമ്മൾ എത്രത്തോളം അതിന്റെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നു അത്രത്തോളം ഇറ്റ് ഇസ് വെരി ഗുഡ്. ഓക്കെ, ഇനി അതിന്റെ ബെനിഫിറ്റ്സിലേക്ക് വരാം. റോസ് ഓയിൽ വളരെ നല്ല ഒരു സംഭവമാണ്. ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് വിത്ത് സ്കിന്നിൽ ഗ്ലോ കിട്ടാനും അതിന്റെ റിങ്കിൾസ്, പിന്നെ ഏജിങ് എന്ന് വെച്ചാൽ ഏജ് നമ്മൾ പ്രായം കൂടുന്നവരുള്ള ബുദ്ധിമുട്ടുകളെ കുറയ്ക്കാം. ആൻഡ് ഇറ്റ് ഹാസ് ഹെപ്പാറ്റോ പ്രൊട്ടക്റ്റീവ് സ്റ്റഫ് എന്ന് വെച്ചാൽ ലിവറിനെ ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ഇത് ശരിക്കും ഉള്ളിലേക്ക് കഴിക്കാം, ബട്ട് യു നോ ഇറ്റ് ഇസ് ബെറ്റർ. ലൈക്ക് റോസിനെ വെച്ചിട്ടുള്ള മെഡിസിൻസ് ഇറങ്ങുന്നുണ്ട്, ബട്ട് ഐ എം നോട്ട് പ്രിറ്റി ഷുവർ ബിക്കോസ് പല സ്ഥലത്തും റാഷസ് വരാനുള്ള സാധ്യതകളുണ്ട്. സോ ഐ എം നോട്ട് പ്രിറ്റി ഷുവർ അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പോൾ അടുത്തത് പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ്. മുടി വളർച്ചയ്ക്കും അതേമാതിരി മുടിയുടെ ഹെയർ ഫോളിക്കിൾസ് ആ സ്കാൽപ്പിനൊക്കെ നറിഷ് ചെയ്യാൻ വെരി ഗുഡാണ്. പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നു, അപ്പോൾ അവിടെ എന്തെങ്കിലും നീരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഗുഡ് ബിക്കോസ് റോസിന് ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ ഇതിന് എന്താണ് ഇതിന്റെ പെർഫ്യൂമിന്റെ ഒരു ഇത് വരാൻ കാരണം, അല്ലെങ്കിൽ ഒരു സ്മെല്ല് വരാൻ കാരണം? ഇതിന് പല പെർഫ്യൂമുകൾ ഇറങ്ങിയിട്ടുണ്ട്, പല പൗഡർ ഇറങ്ങിയിട്ടുണ്ട്. വൈ? ബിക്കോസ് റോസിന്റെ ഉള്ളിൽ പല തരത്തിലുള്ള ആൽക്കലോയിഡ് കോമ്പൗണ്ട്സ് ഉണ്ട്, പല തരത്തിലുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട്. അതിൽ കുറച്ച് പേരുകൾ ഞാൻ ഇപ്പോൾ ലൈക്ക് ഫ്ലേവനോയിഡ്സ് ആൻഡ് ടെർപീൻ, ടാനിൻ, പിന്നെ അങ്ങനെ കുറെ ബീറ്റ കരോട്ടിൻ, സോ മെനി കോമ്പൗണ്ട്സ് ഉണ്ട്. ഇത് കാരണമാണ് ഈ റോസിന്റെ ഈ ഒരു സ്മെല്ല് വരാനുള്ള കാരണം. ഇറ്റ് ഹാസ് സോ മെനി കെമിക്കൽ കോമ്പൗണ്ട്സ്. അപ്പോൾ സ്മെല്ല് മാത്രമല്ല, ഇറ്റ് ഹാസ് ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ്, ആന്റി ബാക്ടീരിയൽ, ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടീസ്. അപ്പോൾ റോസ് ഓയിൽ നമുക്ക് ശരിക്കും ഇങ്ങനെ വാരിക്കോരി തേക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ആക്ച്വലി ഇറ്റ്സ് വെരി ഒരു തുള്ളി 2 തുള്ളിയൊക്കെ പാടുള്ളൂ. സോ ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് അമേസിംഗ് തിങ്സ് ദാറ്റ് ഐ ഹാവ് റിസർച്ച്ഡ്. ഇതുവരെ വെച്ചിട്ടുള്ള ഏറ്റവും അമേസിംഗ് തിങ്. അതായത് സോ മെനി തിങ്സ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും.